ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സസ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. അതിനുള്ളൊരു ഫസ്റ്റ് കണ്ടീഷനായിരുന്നു എന്താണ്, നമ്മൾ എയും ബിയും ഈ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എയുടെ നമ്പർ ഓഫ് കോളംസും ബിയുടെ നമ്പർ ഓഫ് റോസും സെയിം ആയി വരണം. എന്നാൽ മാത്രമേ നമുക്ക് എയും ബി എന്ന് പറയുന്ന രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതാണ് നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമുക്ക് നോക്കാം. നൗ ദാറ്റ് വി ഹാവ് ലേൺ ടു ആഡ് ആൻഡ് സബ്ട്രാക്ട് ടു മെട്രിസസ്, ഇറ്റ് ഈസ് ലോജിക്കൽ ടു എൻക്വയർ അബൌട്ട് അനദർ ബൈനറി ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ. Matrix multiplication is now defined in such a way that the product of a row matrix of n elements by a column matrix of n elements is a 1 by 1 matrix whose single element is a linear combination of these elements as given below. അതായത് ഒരു n എലമെൻറ്റ്സ്, ഒരു റോ വെക്ടറും ഒരു കോളം വെക്ടറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഒരു 1 by 1 മെട്രിക്സ് ആണ് കിട്ടുക. അതായത് ആ രണ്ട് വെക്ടേഴ്സിൻ്റെയും, നമ്മൾ റോ വെക്ടറും കോളം വെക്ടറിൻ്റെയും ലീനിയർ കോമ്പിനേഷനാണ് ശരിക്കും അവിടെ നമുക്ക് കിട്ടുന്നത്. അതാണ് അവർ താഴെ നൊട്ടേഷൻ പോലെ കൊടുത്തിരിക്കുന്നത്. A11, A12, എക്സെട്ര A1n ഇൻറ്റു കോളം വെക്ടർ x1, x2, എക്സെട്ര xn വിച്ച് ഈസ് ഈക്വൽ ടു ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. A11 ഇൻറ്റു x1 പ്ലസ് A12 ഇൻറ്റു x2 പ്ലസ് എക്സെട്ര പ്ലസ് A1n 1n into xn. Okay. Now we shall define the product of an m by n matrix by an n-rowed column matrix to be an m by 1 column matrix as given below. നമ്മൾ തൊട്ട് മുകളിൽ എങ്ങനെയായിരുന്നു? 1 by n റോ വെക്ടറും n by 1 കോളം വെക്ടറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1 by 1 മെട്രിക്സ് കിട്ടിയെന്ന് പറഞ്ഞു. താഴെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു എം ബൈ എൻ മെട്രിക്സും എൻ ബൈ 1 മെട്രിക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? എം ബൈ 1 കോളം വെക്ടറാണ് കിട്ടുന്നത്. അതെങ്ങനെയാണ്? ഫസ്റ്റ് റോ നമ്മൾ ആ കോളം വെക്ടറായിട്ട് ഉള്ളൊരു ലീനിയർ കോമ്പിനേഷൻ, അതാണ് റിസൾട്ടൻ്റായി കിട്ടുന്ന മെട്രിക്സിലെ ഫസ്റ്റ് എലമെൻറ്റ്. സെക്കൻഡ് റോ ആ കോളം വെക്ടറായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണു, അതാണ് നമുക്ക് റിസൾട്ടൻ്റ് മെട്രിക്സിലെ സെക്കൻഡ് എലമെൻറ്റ്. അങ്ങനെ എക്സെട്ര. ലാസ്റ്റ് എങ്ങനെ വരും? ലാസ്റ്റ് റോ AM1 ഇൻറ്റു x1 പ്ലസ് AM2 ഇൻറ്റു x2 പ്ലസ് എക്സെട്ര പ്ലസ് AMN ഇൻറ്റു xn. ഓക്കെ. അപ്പോൾ ജനറലൈസ് ചെയ്ത് പറയുന്നതാണ് ഡെഫിനേഷനായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലെറ്റ് A be an m by p matrix and B be a p by n matrix so that the number of columns in A is equal to the number of rows in B. ഓക്കെ, ഈ ഒരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. The number of columns in A is equal to the number of rows in B. Then the product C equal to AB is an m by n matrix whose ijth element Cij is obtained by multiplying corresponding elements of the ith row of A by those of the jth column of B and then adding the results. Thus Cij equal to AI1 into B1j plus AI2 into B2j plus etc plus AIP into BPJ, that is AB മെട്രിക്സ് ijth എലമെൻറ്റ് എങ്ങനെയാണ്? സമ്മേഷൻ k ഈക്വൽ ടു 1 to p aik ഇൻറ്റു bkj. അതായത് നമ്മളിവിടെ പറഞ്ഞത് സി എന്ന് പറയുന്ന മെട്രിക്സ് ആണ് എ ബി എന്ന് പറയുന്നത്. സി എന്ന് പറയുന്ന മെട്രിക്സിലെ Cij എലമെൻറ്റ് എന്താണ്? ith റോ ഓഫ് എയും jth കോളം ഓഫ് ബിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. ഓക്കെ. ദ എബവ് ഫോർമുല ഈസ് കോൾഡ് റോ കോളം റൂൾ ഫോർ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, നിങ്ങളിതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണമാണ് ഇത് കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്, ഇപ്പോൾ ഒരു എ എന്ന് പറയുന്ന മെട്രിക്സ് എം ബൈ പി ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ബി എന്ന് പറയുന്ന മെട്രിക്സ് പി ബൈ എൻ. ഓക്കെ,
അപ്പോൾ നമ്പർ ഓഫ് കോളംസ് ഓഫ് എയും നമ്പർ ഓഫ് റോസ് ഓഫ് ബിയും സെയിം ആയി വരണം. അങ്ങനെയെങ്കിൽ റിസൾട്ടൻ്റ് ആയിട്ട് വരുന്ന സി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? m/n ആയിരിക്കും. ഓക്കെ, അതായത് നമ്പർ ഓഫ് റോസ് ഓഫ് എ ബൈ നമ്പർ ഓഫ് കോളംസ് ഓഫ് n ആയിരിക്കും. ഓക്കെ, ആ ഒരു കാര്യം അറിഞ്ഞു വയ്ക്കുക. പിന്നെ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് കൂടെ നോക്കി വയ്ക്കുക. താഴെ എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് റിമാർക്ക് നോക്കാം. 2 matrices A and B are said to be conformable for multiplication if the number of columns of A is equal to the number of rows of B. In the product AB, A is called a prefactor and B is the postfactor. ഫസ്റ്റ് എഴുതുന്ന മെട്രിക്സിനെ പ്രീഫാക്ടർ എന്നും സെക്കൻഡ് വരുന്ന ആളെ പോസ്റ്റ് ഫാക്ടർ എന്നാണ് പറയുന്നത്. മൾട്ടിപ്ലിക്കേഷന് മുന്നും ഫസ്റ്റും സെക്കൻഡും. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. എ ബി സി 3 മെട്രിക്സുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ദെൻ പ്രോപ്പർട്ടീസ് നോക്കാം. ഫസ്റ്റ് എന്താണ്? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതായത് എ ബി ഇൻറ്റു സി ഈക്വൽ ടു എ ഇൻറ്റു ബി സി ആണ്. അതുപോലെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. എ ഇൻറ്റു ബി പ്ലസ് സി ഈക്വൽ ടു എ ബി പ്ലസ് എ സി ആണ്. എ പ്ലസ് ബി ഇൻറ്റു സി എന്ന് പറയുന്നത് എ സി പ്ലസ് ബി സി ആണ്. ഇൻ ജനറൽ എ ബി നോട്ട് ഈക്വൽ ടു ബി എ ആണ്. അതായത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്തിൽ ഹോൾഡ് ചെയ്യുന്നില്ല? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ ഹോൾഡ് ചെയ്യുന്നില്ല. ഇനി എ എന്ന് പറയുന്നത് m/n മെട്രിക്സ് ആണ്. ഐ എൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു യൂണിറ്റ് മെട്രിക്സ് ആണ്, സ്ക്വയർ മെട്രിക്സും കൂടിയാണ്. IN ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതായത് n/n യൂണിറ്റ് മെട്രിക്സ് ആണത്. സോ എ ഇൻറ്റു ഐ എൻ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? എ തന്നെയായിരിക്കും. അതായത് എക്സിസ്റ്റൻസ് ഓഫ് യൂണിറ്റി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി എ ബി ഈക്വൽ ടു 0 നീഡ് നോട്ട് ഇംപ്ലൈ എ ഈക്വൽ ടു 0 ഓർ ബി ഈക്വൽ ടു 0. ഇനി അടുത്തത് എ ബി ഈക്വൽ ടു എ സി നീഡ് നോട്ട് ഇംപ്ലൈ ബി ഈക്വൽ ടു സി. ഈ പ്രോപ്പർട്ടീസൊക്കെ അറിഞ്ഞിരിക്കുക. ഇനി അതിൽ അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയുടെ പ്രൂഫ് അവർ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് അതുപോലെ തന്നെ നമുക്ക് ചെയ്തു വരാവുന്നതുള്ളൂ. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ആണെങ്കിലും നോൺ കമ്മ്യൂട്ടേറ്റീവ്, എക്സിസ്റ്റൻസ് ഓഫ് യൂണിറ്റി ഇതുപോലെ തന്നെ ചെയ്തു വന്നാൽ മതി. അപ്പോൾ നമുക്ക് അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയുടെ പ്രൂഫ് നോക്കാം. ലെറ്റ് എ ബി എ മെട്രിക്സ് ഓഫ് ഓർഡർ m/p, B be a matrix of order P by Q and C be a matrix of order Q by N. അവിടെ നോക്കാം, എയുടെയും ബിയിലും എയുടെ നമ്പർ ഓഫ് കോളംസ് ബിയുടെ നമ്പർ ഓഫ് റോസോട് ഈക്വൽ ആണ്. ബിയുടെ നമ്പർ ഓഫ് കോളംസ് സിയുടെ നമ്പർ ഓഫ് റോസിനോട് ഈക്വൽ ആണ്. Then by the definition of matrix multiplication, AB is of order m/q and so AB into C is of order m/n. എ ബി മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്താ കിട്ടുക? അതായത് m/pയും p/q, m/p മെട്രിക്സും p/q മെട്രിക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ m/q മെട്രിക്സ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, സിയുടെ ഓർഡർ എന്താ? q/n ആണ്. സോ എ ബി ഇൻറ്റു സി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ അപ്പോൾ എന്ത് വരും? m/n വരും. ഓക്കെ, thus both AB into C and A into BC are matrices of same order. അവരവിടെ ഓർഡറിൻ്റെ കേസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമാണ് ആദ്യം കാണിച്ചത്. ഇനി എലമെൻറ്റ്സ് വൈസ് നോക്കുകയാണ്. ലെറ്റ് എ ഈക്വൽ ടു എ ഐ കെ വെർ ഐ വാരീസ് ഫ്രം 1 to m, k varies from 1 to p. And B is a matrix B K L, k varies from 1 to p, L varies from 1 to q. C equal to CLJ, L varies from 1 to Q, J varies from 1 to N. Since multiplication of numbers in both distributive over addition and associative, we get AB into CIJ equal to IJ എന്ന് വന്നതിൻ്റെ റീസൺ ആ ഓർഡർ m/n ആണ്. സോ m എന്ന് പറയുന്നത് ഇവിടെ I ആണ് വരുന്നത്. അതായത് 1 to m വാരി ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് നൊട്ടേഷൻ കൊടുക്കുന്നത് I ആണ്. 1 to n വാരി ചെയ്യുന്നതിന് നമ്മൾ നൊട്ടേഷൻ കൊടുക്കുന്നത് J ആണ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ എ ബി ഇൻറ്റു സി എന്ന് പറയുന്നതിൻ്റെ സഫിക്സ് ആയിട്ട് ഐയും ജെ ആണ് എഴുതിയിരിക്കുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു സമ്മേഷൻ
L ഈക്വൽ ടു 1 to Q A B I L. അതായത് നമ്മൾ എ ബിയുടെ ഓർഡർ എന്താണെന്ന് പറഞ്ഞത് എം ബൈ ക്യൂ ആണ്. അപ്പം എം വാരി ചെയ്യുന്നതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഐയും ദെൻ ക്യൂ വാരി ചെയ്യുന്നത് എല്ലും ആണ്. സോ അതിൻ്റെ സഫിക്സ് ആയിട്ട് ഐ എൽ എന്ന് വന്നു. ഓക്കെ, അങ്ങനെയാണ് ആ സഫിക്സുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സമ്മേഷൻ എൽ ഈക്വൽ ടു 1 to Q A B I L ഇൻറ്റു സി എൽ ജെ വിച്ച് ഇസ് ഈക്വൽ ടു ഐ ബിനും കൂടെ നമ്മൾ എക്സ്പാൻഷൻ കൊടുക്കുന്നു, which is equal to summation L equal to 1 to Q, summation K equal to 1 to P, AIK into BKL into CIJ, which is equal to summation ഒരുമിച്ച് എഴുതുന്നു. summation L equal to 1 to Q, summation K equal to 1 to P, AIK BKL CLJ. ഇനി അടുത്ത് നമ്മൾ മറുഭാഗം, അതായത് റൈറ്റ് സൈഡ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്ക് എന്താ കിട്ടിയെന്ന് എഴുതിയിട്ടുണ്ട്. ഇനി റൈറ്റ് സൈഡ് എന്താ കിട്ടണമെന്നാണ് സെപ്പറേറ്റ് കാണുന്നത്. എ ഇൻറ്റു ബി സി ഐ ജി ഈക്വൽ ടു സമ്മേഷൻ കെ ഈക്വൽ ടു 1 to P എ ഐ കെ ഇൻറ്റു ബി സി കെ ജി. അവിടെ സി എൽ ജി എന്ന് പറയുന്ന ഈ ടേം ഇല്ല കേട്ടോ, അതവിടെ എക്സ്ട്രാ പ്രിൻറ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. വിച്ച് ഇസ് ഈക്വൽ ടു സമ്മേഷൻ കെ ഈക്വൽ ടു 1 to P AIK into summation L equal to 1 to Q BKL into CLJ, which is equal to summation ഒരുമിച്ച് എഴുതുന്നു. സമ്മേഷനിൽ എന്താ ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ അഡീഷനും അസോസിയേറ്റീവും ഹോൾഡ് ചെയ്യുന്നുണ്ട്. അഡീഷനിൽ അസോസിയേറ്റീവും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടീവും ഒക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് സമ്മേഷൻ ഫ്രണ്ടിലേക്ക് എഴുതാനായിട്ട് പറ്റും. സോ വിച്ച് ഈസ് ഈക്വൽ ടു സമ്മേഷൻ കെ ഈക്വൽ ടു 1 to P സമ്മേഷൻ എൽ ഈക്വൽ ടു 1 to Q എ ഐ കെ ഇൻറ്റു ബി കെ എൽ ഇൻറ്റു സി എൽ ജെ, വിച്ച് ഈസ് ഈക്വൽ ടു സമ്മേഷൻ എൽ ഈക്വൽ ടു 1 to Q സമ്മേഷൻ കെ ഈക്വൽ ടു 1 to P എ ഐ കെ ബി കെ എൽ സി എൽ ജെ. അതായത് സമ്മേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെന്നെയാണ് കിട്ടുക, എ ബി ഇൻറ്റു സി എന്ന് പറയുന്നത് തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, പ്രോബ്ലം നോക്കാം. പ്രോബ്ലം 4. For the matrices A and B given below, compute AB and BA and hence show that AB not equal to BA. ഓക്കെ, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നില്ല എന്നുള്ളതിന് ഒരു എക്സാമ്പിളാണ് അവിടെ കാണിക്കുന്നത്. എ എന്ന് പറയുന്നത് 1 2 3 എന്ന് തന്നിട്ടുണ്ട്, ബി എന്ന് പറയുന്നത് 0 5 4 എന്ന് തന്നിട്ടുണ്ട്. എയുടെ ഓർഡർ എന്താണ് 1/3 ആണ്, ബിയുടെ ഓർഡർ 3/1 ആണ്. സോ നമുക്ക് റിസൾട്ടൻ്റായി കിട്ടുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്തായിരിക്കും 1/1 ആയിരിക്കും. ഓക്കെ, എ ബിയുടെ ഓർഡർ എന്ന് പറയുന്നത് 1/1 ആയിരിക്കും. ഓക്കെ, എ എന്ന് പറയുന്നത് എന്താണ് 1/3 ആണ്, ബി എന്ന് പറയുന്നത് 3/1 ആണ്. അപ്പോൾ എ ബിയുടെ ഓർഡർ എന്ത് വരും 1/1 എന്ന് വരും. ഓക്കെ, എ ബിയുടെ ഓർഡർ 1/1 എന്ന് വരും. ഇനി ബി എയുടെ ഓർഡർ എന്ത് വരും, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എന്ന് പറയുന്നത് 3/1 ആണ്, എ എന്ന് പറയുന്നത് 1/3 ആണ്. അപ്പോൾ റിസൾട്ടൻ്റ് മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 3/3 ആവും. സോ ഓർഡറിൽ തന്നെ ഡിഫറൻസ് ഉണ്ട്, എ ബിയുടെ ഓർഡർ അല്ല ബി എയുടെ ഓർഡർ. സോ ആ രണ്ട് മെട്രിക്സ് എന്തായാലും എന്താവാൻ പോണില്ല, ഈക്വൽ ആവാനായിട്ട് പോണില്ല. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്താണ് റിസൾട്ട് വരുന്നതും കൂടെ ഒന്ന് ജസ്റ്റ് എഴുതി വയ്ക്കാം. എ ബി ഈക്വൽ ടു എന്ത് വരും 1 × 0 + 2 × 5 + 3 × 4 വിച്ച് ഈസ് ഈക്വൽ ടു 22 എന്ന് വരും. ഇനി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 × 1 ഫസ്റ്റ് എലമെൻറ്റ്, നെക്സ്റ്റ് എലമെൻറ്റ് 0 × 2, ദെൻ നെക്സ്റ്റ് എലമെൻറ്റ് 0 × 3. ഇനി സെക്കൻഡ് റോ 5 × 1 5 × 2 5 × 3, ലാസ്റ്റ് റോ 4 × 1 4 × 2 4 × 3. സോ നമുക്ക് മെട്രിക്സ് എന്ത് കിട്ടും 0 0 0 5 10 15 4 8 12. സോ ഇതിന് തന്നെ നമുക്ക് എന്ത് പറയാം, ഹാൻസ് എവിഡൻ്റ്ലി എ ബി നോട്ട് ഈക്വൽ ടു ബി എ. അടുത്ത ഷോ ദാറ്റാണ്. അവിടെ നമ്മൾ കോസ് തീറ്റ സൈൻ തീറ്റയുടെ അവരുടെ ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാവുന്നുള്ളൂ, എളുപ്പമാണ്, അതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്തത് പാർട്ടീഷൻ മെട്രിക്സ്.
A matrix can be subdivided or partitioned into smaller matrices by inserting horizontal and vertical rules between selected rows and columns. ഓക്കെ, അതായത് നമുക്കിപ്പോൾ ഒരു മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ കോളംസ് റോ വൈസൊക്കെ നമ്മൾ പാർട്ടീഷൻ ചെയ്തിട്ട് സബ് മെട്രിക്സുകളായിട്ട് ഒരു മെട്രിക്സിനുള്ളിൽ എഗെയിൻ വേറൊരു മെട്രിക്സ് പോലെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതാണ് ഈ പാർട്ടീഷൻ മെട്രിക്സസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിൾ അവിടെ തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ദ ഫോളോയിങ് ആർ 3 പോസിബിൾ പാർട്ടീഷൻസ് ഓഫ് എ ജനറൽ 3/4 മെട്രിക്സ് എ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പോസിബിളായിട്ടുള്ള ഒരു 3/4 മെട്രിക്സിൽ ജനറലി പോസിബിളായിട്ടുള്ള പാർട്ടീഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റത്തെ എന്താണ്? ഫസ്റ്റത്തെ നമുക്ക് കിട്ടിയിരിക്കുന്നത്, ആദ്യം നമ്മൾ ലാസ്റ്റ് കോളത്തെ സെപ്പറേറ്റ് ചെയ്യുന്നു, ദെൻ ലാസ്റ്റ് റോ സെപ്പറേറ്റ് ചെയ്യുന്നു. സോ നമുക്കവിടെ A11, A12, A21, A22 അങ്ങനെ 2 മെട്രിക്സ് 4 മെട്രിക്സുകളാണ്, സബ് മെട്രിക്സുകൾ അവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് എന്താ പറയുന്നത്? റോ വൈസ് നമുക്ക് പാർട്ടീഷൻ ചെയ്യാം. ഓക്കെ, റോ വൈസ് പാർട്ടീഷൻ ചെയ്യാം. അത് നമ്മൾ ഇൻ ജനറൽ R1, R2, R3 എന്ന് കൊടുക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് കോളം വൈസ് പാർട്ടീഷൻ ചെയ്യാം. അതിനെ C1, C2, C3, C4 എന്ന് കാണിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? പാർട്ടീഷൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ജനറൽ പാർട്ടീഷൻസ് ഓഫ് 3/4 മെട്രിക്സ്, പോസിബിൾ ആയിട്ടുള്ള മെട്രിക്സുകൾ. ഓക്കെ, ഇനി എന്തിനാണ് നമ്മളിങ്ങനെയുള്ള ഒരു പാർട്ടീഷൻ ചെയ്യുന്നത്? അത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനൊക്കെ കുറച്ചും കൂടെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു മെട്രിക്സിനെ പാർട്ടീഷൻ ചെയ്യുന്നത്. എന്നാണ് അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്. പാർട്ടീഷനിങ് ഹാസ് മെനി യൂസേഴ്സ്, one of which is for finding particular rows and columns of a matrix product AB without computing the entire product. Specifically, the following formulas, whose proofs are left as exercise, show how individual column vectors of AB can be obtained by partitioning B into column vectors and how individual row vectors of AB can be obtained by partitioning A into row vectors. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എ ബി എന്ന് പറയുന്നത് എൻറ്റയർ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എ ബി എന്ന് പറയുന്ന മെട്രിക്സ്, എ എന്ന് പറയുന്നൊരു മെട്രിക്സ് എടുക്കുന്നു, ബി എന്ന് പറയുന്നൊരു മെട്രിക്സ് എടുക്കുന്നു. അതിൽ ബി എന്ന് പറയുന്ന മെട്രിക്സ് ഞാൻ കോളം വൈസ് പാർട്ടീഷൻ ചെയ്തിട്ട് B1, B2 എക്സെട്ര BN ആക്കി മാറ്റുന്നു. ഓക്കെ, ഓരോന്നും എന്താണ്? ഓരോ കോളം വെക്റ്റേഴ്സാണ് നമ്മളിവിടെ ലാസ്റ്റ് എഴുതിയ ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എ ബിനെ എങ്ങനെ എഴുതാം? A ഇൻറ്റു B1, B2 എക്സെട്ര BN എന്ന് പറയുന്ന ഫോർമാറ്റിൽ എഴുതാം. കോളം വെക്റ്റേഴ്സ് ആക്കുമ്പോൾ നമ്മൾ വൈസാണ്, റോ വെക്റ്റർ പോലെയാണ് വരുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഓരോ കോളത്തിലേക്കും എനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം. ഇനി അടുത്തത് എങ്ങനെയാണ്? എനെ നമ്മൾ റോ വൈസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ കോളം വെക്റ്റർ പോലെയാണ് വരാം. A1, A2 എക്സെട്ര AM എന്ന് വരും. സോ എ ബി എന്ന് പറയുന്നത് എങ്ങനെ വരും? A1 ഇൻറ്റു ബി, A2 ഇൻറ്റു ബി എക്സെട്ര AM ഇൻറ്റു ബി. അപ്പോൾ നമുക്ക് എൻ്റെ ഒരു പ്രൊഡക്റ്റ് കാണാതെ ബി എന്ന് പറയുന്ന മെട്രിക്സിനെ A1 എന്ന് പറയുന്ന ആ റോ വെക്റ്റർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഫസ്റ്റ് എലമെൻറ്റ് എഴുതാം. ഓക്കെ, അങ്ങനെ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് എ ബി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. In words, these formulas state that jth column vector of AB equal to A into jth column vector of B. Ith row vector of AB equal to ith row vector of A into B. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ith വെക്ടർ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിലെ നമുക്ക് എ ബി കമ്പ്യൂട്ട് ചെയ്യണേൽ ഈ സെക്കൻഡ് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ അതിൽ ith റോ എടുക്കുകയാണെങ്കിൽ എന്ത് വരും? ith റോ ഓഫ് എ ഇൻറ്റു ബി എന്ന് പറയുന്നത് സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് കമ്പ്യൂട്ടേഷനാണ് കോളം കമ്പ്യൂട്ടേഷൻ. ഇതാണ് ഈ ഫസ്റ്റ് എഴുതി വെച്ചിരിക്കുന്നത്. ജെയ്ത്ത് കോളം വെക്ടർ ഓഫ് എ ബി എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. സെക്കൻഡ് കമ്പ്യൂട്ടേഷനാണ് സെക്കൻഡ് എഴുതിയിരിക്കുന്നത്. ഒരു കമ്പ്യൂട്ടേഷനാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ലെറ്റ് എ ഈക്വൽ ടു 1, 2, 4, 2, 6, 0 and b equal to 4, 1, 4, 3, 0, -1, 3, 1, 2, 7, 5, 2.
നമുക്ക് എ ബി കമ്പ്യൂട്ട് ചെയ്യണം. അതിലവർ പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് കോളം വെക്റ്റർ ഓഫ് എ ബി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? ഫസ്റ്റത്തെ ഇക്വേഷൻ നോക്കാം. jth കോളം വെക്റ്റർ ഓഫ് എ ബി എന്ന് പറയുന്നത് എ ഇൻറ്റു jth കോളം വെക്റ്റർ ഓഫ് ബി. അപ്പോൾ എന്താ സെക്കൻഡ് കോളം വെക്റ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് കോളം വെക്റ്റർ എന്താണ്? ഇതാണ് വരുന്നത്. ഇതാണ് സെക്കൻഡ് കോളം വെക്റ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ എ ഇൻറ്റു എന്ത് ചെയ്യും? ഈ കോളം വെക്റ്ററായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ വാല്യൂ കണ്ടുപിടിക്കുന്നു. 2 1 2 4 2 6 0 എന്ത് വരും? 1 - 1 ഇൻറ്റു 1 - 1 7 എന്ന് പറയുന്ന കോളം വെക്റ്ററായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്താ വരാം? 1 ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു -1 പ്ലസ് 4 ഇൻറ്റു 7. സെക്കൻഡ് റോ 2 ഇൻറ്റു 1 പ്ലസ് 6 ഇൻറ്റു -1 പ്ലസ് 0 ഇൻറ്റു 7 വിച്ച് ഈസ് ഈക്വൽ ടു 27 - 4 എന്ന് പറയുന്ന കോളം വെക്റ്റർ കിട്ടും. ഓക്കെ, ഇനി അടുത്ത് ഫസ്റ്റ് റോ ഓഫ് എ ബി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് റോ ഓഫ് എ ബി. അപ്പോൾ സെക്കൻഡ് ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. ith റോ വെക്റ്റർ ഓഫ് എ ബി. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ith റോ വെക്റ്റർ ഓഫ് എ ഇൻറ്റു ബി. നമുക്കിവിടെ വേണ്ടത് ഫസ്റ്റ് റോ വെക്റ്ററാണ്. അപ്പോൾ നമ്മൾ 1 to എയിൽ 1 to 4 എന്ന് പറയുന്ന ഈ റോ എടുത്തിട്ട് ബി എന്ന് പറയുന്ന ഈ മെട്രിക്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 12 27 30 13 കിട്ടും. ഓക്കെ, അടുത്തത് ലീനിയർ കോമ്പിനേഷൻ്റെ ഒരു ഡെഫിനേഷനാണ് പറയുന്നത്. ഇഫ് A1 A2 etc. ആർ മെട്രിസസ് ഓഫ് ദ സെയിം സൈസ് ആൻഡ് ഇഫ് C1 C2 etc. CR are scalars, then an expression of the form C1 A1 plus C2 A2 plus etc. plus CR AR is called a linear combination of A1 A2 etc. AR with the coefficient C1 C2 etc. CR. എന്താ പറയുന്നത്? A1 A2 etc. AR എന്ന് പറയുന്ന കുറച്ച് മെട്രിക്സുകളുണ്ട്. ആ മെട്രിക്സുകളുടെ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് അവരെ ഓരോ മെട്രിക്സിനും ഒരു സ്കേലാർസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ദെൻ അവരുടെ സമ്മ്. ആ ഒരു ഫോർമാറ്റിന്, ആ ഒരു എക്സ്പ്രഷനാണ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് A1 A2 etc. AR എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് തിയറം 1.1. If A is an m by n matrix and if X is an n by 1 column vector, then the product AX can be expressed as a linear combination of the column vectors of A in which the coefficients are the entries of X. ഓക്കെ, അതായത് AX എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതിന് നമുക്ക് എന്താ പറയുന്നത്? എക്സ്പ്രസ്ഡ് ആസ് എ എന്താ പറയുന്നത്? AX can be expressed as a linear combination of the column vectors of A in which coefficients are the entries of X. എന്ന് പറയുന്ന മെട്രിക്സിലെ കോളം വെക്റ്റേഴ്സിനെ നമുക്ക് എക്സിൻ്റെ എന്ന് പറഞ്ഞ കോളം വെക്റ്റേഴ്സിൻ്റെ കോഎഫിഷ്യൻസ് വരുന്ന രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, പ്രൂഫ് നോക്കാം. ആദ്യം എ എന്ന് പറയുന്നത് ഇൻ ജനറൽ A11 A12 etc. A1n എന്നെടുത്തു. A21 A22 etc. A2n എഴുതി. ലാസ്റ്റ് റോ AM1 AM2 AMN. ഓക്കെ, എക്സ് എന്ന് പറയുന്ന കോളം വെക്റ്റർ നോക്കാം. X1 X2 etc. XN. AX എന്ന് പറയുന്നത് എന്താണ്? എങ്ങനെ കണ്ടുപിടിക്കുക? ഫസ്റ്റ് റോ ഇൻറ്റു കോളം. അതാണ് റിസൾട്ടൻ്റെ AXലെ ഫസ്റ്റ് എലമെൻറ്റ്. ദെൻ സെക്കൻഡ് റോ ഇൻറ്റു ഈ കോളം, സെക്കൻഡ് റോയിലെ എലമെൻറ്റ്. ഓക്കെ, അങ്ങനെ ലാസ്റ്റ് റോ ഇൻറ്റു ഈ കോളം ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് റോയിലെ എലമെൻറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. A11 X1 പ്ലസ് A12 X2 പ്ലസ് എക്സെട്ര പ്ലസ് A1n XN എക്സെട്ര. ലാസ്റ്റ് റോ എന്ത് വരും? ലാസ്റ്റ് റോയിലെ എലമെൻറ്റ് എന്താണ്? AM1 X1 പ്ലസ് AM2 X2 പ്ലസ് എക്സെട്ര പ്ലസ് AMN XN. ഓക്കെ, ഇതിൽ നമുക്ക് എങ്ങനെ എഴുതാമെന്നാണ് പറയുന്നത്. ഈ ഒരു പാർട്ട് നോക്കാം. ഫസ്റ്റ് എലമെൻറ്റ് X1 ആണ്. X1ൻ്റെ ഫോർമാറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് X1 ഇൻറ്റു ആ കോളം വെക്റ്റർ A11 A21 എക്സെട്ര AM1 എന്ന് എഴുതാം. പ്ലസ് സെക്കൻഡ് എലമെൻറ്റ് X2ൻ്റെ ഫോർമാറ്റിലാണ്. അപ്പോൾ X2 ഇൻറ്റു A12 A22 എക്സെട്ര AM2 പ്ലസ് എക്സെട്ര പ്ലസ് XN ഇൻറ്റു A1n A2n എക്സെട്ര AMN. അതായത് നമ്മളിപ്പോൾ എന്താ ചെയ്തത്?
എക്സ് എന്ന് പറയുന്ന മെട്രിക്സിലെ എലമെൻറ്റ്സ് കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്നു. എ എന്ന് പറയുന്ന മെട്രിക്സിലെ കോളം വെക്റ്റേഴ്സ്. ഓക്കെ, എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ കോളം വെക്റ്റേഴ്സാണ് ഈ കാണുന്നത്. അവരുടെ ലീനിയർ കോമ്പിനേഷനാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ആ ലീനിയർ കോമ്പിനേഷനിലെ കോഎഫിഷ്യൻസ് എവിടുത്തെ എലമെൻറ്റ്സ് ആണ്? എക്സിലെ എലമെൻറ്റ്സ് ആണ്. അതാണ് നമ്മുടെ തിയറത്തിൽ പറഞ്ഞത്. എന്താണ്? എക്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദ കോളം വെക്റ്റേഴ്സ് ഓഫ് എ ഇൻ വിച്ച് ദ കോഎഫിഷ്യൻസ് ആർ ദി എൻട്രീസ് ഓഫ് എക്സ്. ഓക്കെ, എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ കോളം വെക്റ്റേഴ്സിന് നമുക്ക് ലീനിയർ കോമ്പിനേഷൻ ഫോർമാറ്റിൽ എഴുതാം. ആ ലീനിയർ കോമ്പിനേഷനിൽ കോഎഫിഷ്യൻ എന്ന് പറയുന്നത് എവിടുത്തെ എലമെൻ്റ് ആയിരിക്കും? എക്സിലെ എലമെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സിനെ ഇങ്ങനെയും എക്സ്പ്രസ് ചെയ്യാമെന്നാണ് ഈ തിയറത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ അവർ എക്സാമ്പിൾ ആ തൊട്ട് മുകളിൽ എഴുതിയ തിയറത്തിൻ്റെ ഒരു എക്സാമ്പിൾ പോലെ കൊടുത്തിട്ടുണ്ട്. ദ മെട്രിക്സ് പ്രൊഡക്റ്റ് -1 3 2 1 2 -3 2 1 -2. ഏത് കോളം വെക്ടറായിട്ട് പ്രൊഡക്റ്റ് ചെയ്യുന്നത്? 2 -1 3 ആയിട്ട് പ്രൊഡക്റ്റ് ചെയ്യണം. സോ നമുക്കതിലെ ഈ ഒരു പാർട്ടിനെ എങ്ങനെ എഴുതാമെന്നാണ് പറയുന്നത്? എയുടെ കോളം വെക്റ്റർ, ഫസ്റ്റ് കോളം വെക്റ്റർ ഇൻറ്റു 2 പ്ലസ് സെക്കൻഡ് കോളം വെക്റ്റർ ഇൻറ്റു -1 പ്ലസ് തേർഡ് കോളം വെക്റ്റർ ഇൻറ്റു 3. അങ്ങനെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാമെന്നാണ് തൊട്ട് മുന്നേ പറഞ്ഞത്. ആ എക്സ്പ്രഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 2 ഇൻറ്റു കോളം വെക്റ്റർ -1 1 2 -1 ഇൻറ്റു 3 2 1 പ്ലസ് 3 ഇൻറ്റു 2 -3 -2 വിച്ച് ഈസ് ഈക്വൽ ടു 1 -9 -3. ഓക്കെ, ഇതുപോലെയുള്ള ഒരുപാട് എക്സാമ്പിൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത കോളം റോ എക്സ്പാൻഷൻ ഓഫ് എ മെട്രിക്സ് പ്രൊഡക്റ്റ് ആണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.